സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട് കല്ലും മുള്ളും നിറഞ്ഞ ജീവിത വഴികളെ സ്നേഹത്തിൻ്റെ നിറവസന്തമാക്കി തീർത്ത നിത്യകന്യകയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുടനീളം ദൈവസ്നേഹവും പരസ്നേഹവും നിറഞ്ഞു നിന്നിരുന്നു. ഒരു കന്യകയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ദൗത്യം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുവാൻ അവൾക്ക് ധൈര്യം നൽകിയത് അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന അഗാധമായ ദൈവസ്നേഹവും ആയിരുന്നു. ഈ ദൈവസ്നേഹമാണ് ഒരു വലിയ രക്ഷാകര പദ്ധതിയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അവളെ പ്രാപ്തയാക്കിയതും. തൻ്റെ ഇളയമ്മയായ ഏലീശുവ പുണ്യവതിയെ ചെന്ന് കണ്ട് സ്നേഹപൂർവ്വം ശുശ്രൂഷിച്ചതും, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയത് ആരും പറയാതെ ആദ്യം അറിഞ്ഞതും അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന സഹോദര സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെയും പ്രതിഫലനമായിരുന്നു. പിറന്നു വീണ പിഞ്ചു കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടുള്ള പലായനവും, തൻ്റെ തിരുക്കുമാരൻ്റെ ജീവിതത്തിലുടനീളം നടന്ന ഓരോ സംഭവങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിത്യമൗനിയായി തീർന്നതും, ഒടുക്കം സ്വപുത്രൻ പിടഞ്ഞു മരിക്കുന്ന കുരിശിൻ്റെ ചുവട്ടിൽ അടിപതറാതെ നിൽക്കുവാൻ സാധിച്ചതും മനുഷ്യരാശിയോട് അവൾക്കുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നിറകുടം പോലെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണ്. പ്രസവ വേദനയേക്കാൾ, ഒരു മകൻ നഷ്ടപ്പെടുമെന്നുള്ള ഒരു അമ്മയുടെ വേദനയേക്കാൾ, ലോകത്തിന് ഒരു രക്ഷകൻ എന്ന ചിന്തയാൽ ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങി ദുഃഖവെള്ളിയായി തീർന്ന പരിശുദ്ധ മറിയം നമുക്കോരോരുത്തർക്കും അന്നും ഇന്നും എന്നും മാതൃകയാണ്. ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കേണ്ടതെങ്ങനെയെന്ന് അവൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അതീതമായി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ദൈവഹിതം എങ്ങനെ നമ്മുടെ ജീവിതങ്ങളിൽ പ്രാവർത്തികമാക്കാമെന്ന് അവൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപരൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി എങ്ങനെ അപരൻ്റെ ഒപ്പമാകാൻ സാധിക്കുമെന്ന് മറിയം നമ്മെ കാണിച്ചു തരുന്നു. നമുക്കും പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കാം. അഗാധമായ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആ ദൈവസ്നേഹം ലോകത്തിലാകമാനം പ്രാവർത്തികമാക്കുവാൻ വേണ്ട ശക്തി പരിശുദ്ധ അമ്മയിൽ നിന്ന് നമുക്കും സ്വീകരിക്കാം. അങ്ങനെ നമുക്കും മറ്റൊരു പരിശുദ്ധ അമ്മയായി തീരാം. ആമേൻ.